തിരുവനന്തപുരം RCCയിൽ മരുന്ന് മാറി നൽകിയെന്ന മാധ്യമ വാർത്തകൾ തെറ്റെന്ന് RCC ഡയറക്ടർ. തെറ്റായ മരുന്ന് ഒരു രോഗിക്കും വിതരണം ചെയ്തിട്ടില്ല. ആശയക്കുഴപ്പമുണ്ടായതിനാൽ ടെമാസോളോമൈഡിന്റെ വിതരണം ഉടനടി നിർത്തിവെച്ചു. രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് RCC അധികൃതർ അറിയിച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിലാണ് ഇത് സംബന്ധിച്ച് 2561 പേർക്ക് മരുന്ന് മാറി നൽകിയെന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ RCC ഡയറക്ടർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരുന്ന് മാറി ഒരാൾക്ക് പോലും നൽകിയിട്ടില്ല. മരുന്ന് കമ്പനിയുടെ പാക്ക് ചെയ്തതിലുള്ള ചില വിഷയങ്ങൾ മാത്രമാണ് അതവിടുത്തെ ഫാർമസി വിഭാഗം കണ്ടെത്തുകയും തിരുത്തൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് RCC ഡയറക്ടർ വ്യക്തമാക്കിയ മറ്റു കാര്യങ്ങൾ? പ്രമുഖ പത്രമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരുന്ന് മാറി നൽകി എന്നുള്ള തരത്തിൽ ഒരു വാർത്ത നൽകിയത്. അത് പാടെ നിഷേധിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ RCC ഡയറക്ടറുടെ പത്രക്കുറിപ്പ് വന്നിട്ടുള്ളത്. ഈ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യം ഇത്തരത്തിൽ മരുന്ന് മാറി നൽകി എന്ന തരത്തിൽ വരുന്ന മാധ്യമ വാർത്തകൾ അത് തെറ്റാണ്. RCCയുടെ പർച്ചേസ് ആൻഡ് ടെൻഡർ നടപടികൾ അനുസരിച്ച് ഗ്ലോബല ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ടെമോക്ലോസൈഡ് 250 അതിനൊപ്പം തന്നെ 120 മില്ലിഗ്രാം മരുന്നുകൾ RCC വിതരണം ചെയ്യുന്നത്. ഇതിൽ മാർച്ച് മാസം 25-ന് ഈ 2025 മാർച്ച് മാസം 25-ന് RCCയിൽ എത്തിച്ച 92 പാക്കറ്റ് ടെമോസോളമൈഡ് 100 മില്ലിഗ്രാം ബാച്ചിലാണ് ആശയക്കുഴപ്പമുണ്ടായത്. സ്റ്റോക്ക് എടുക്കുന്നത് മരുന്നിന്റെ ബാച്ച് നമ്പറും മറ്റു രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് എപ്പോഴും ഈ സ്റ്റോക്ക് എടുപ്പ് നടക്കുക. ഈ സ്റ്റോക്ക് ബാക്കി ഉണ്ടായിരുന്നതിനാൽ തന്നെ 2025 6-ാം മാസത്തിൽ ഈ പാക്കറ്റിൽ നിന്നും മരുന്ന് രോഗികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ഫാർമസിയിൽ എത്തിക്കുകയും ഈ ഫാർമസി ജീവനക്കാർ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഫാർമസി ജീവനക്കാർക്ക് തന്നെ ഒരു സംശയം തോന്നുകയും രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിന് ബാച്ചിലെ ആദ്യ സെറ്റ് എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം, അതായത് ഈ ഫാർമസി ജീവനക്കാർക്ക് വരും. 10 പാക്കറ്റുകളുടെ ഒരു സെറ്റിൽ 2 പാക്കറ്റുകളിൽ ഏറ്റവും പൊസൈഡ് 50 ഗ്രാം എന്ന ലേബലിൽ ഫാർമസി സ്റ്റാഫിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ ഈ പാക്കറ്റുകൾ പൊട്ടിച്ച് പരിശോധിക്കുകയും ചെയ്തു. ഈ പാക്കറ്റിനുള്ളിലെ ബോട്ടിലിൽ നിന്ന് ടെമോസോളമൈഡിന്റെ 100 മില്ലിഗ്രാം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതിനാൽ തന്നെ ടെമോസോളമൈഡിന്റെ വിതരണം ഉടനടി നിർത്തിവെച്ചു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. തെറ്റായ മരുന്ന് ഒരു രോഗിക്കും വിതരണം ചെയ്തിട്ടില്ല. നിലവിൽ എന്തായാലും ഇത്തരത്തിൽ ഈ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ തന്നെ രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നത് തന്നെയാണ് RCC അധികൃതർ അറിയിക്കുന്നത്. വിതരണക്കാരായ കമ്പനിയെ ഉടൻ തന്നെ ഈ വിവരം ഇത്തരത്തിൽ മരുന്ന് മാറിയിട്ടുണ്ട്, ഇതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിതരണക്കാരായ കമ്പനിയെ ഉടൻ അറിയിക്കുകയും അതോടൊപ്പം തന്നെ RCCയുടെ ഡ്രഗ് കമ്മിറ്റി ഗ്ലോബല ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഈ മേൽപ്പറഞ്ഞ 2 മരുന്നുകളും ഈ എടുക്കേണ്ടതില്ലെന്നും കമ്പനിയുമായി പുതിയ കരാറിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നതുകൂടി ഈ RCCയുടെ ഡ്രഗ് കമ്മിറ്റി കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഡ്രഗ് കൺട്രോൾ സുലേഖ, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു മരുന്ന് മാറി നൽകിയിട്ടില്ല. ഈ ടെമാസോളമൈഡിന്റെ 100 mg ആ മരുന്നിന്റെ പാക്ക്, അതായത് അതിന്റെ 100 mg വരുന്ന ആ മരുന്നിൽ ടെമാസോളമൈഡ്, അതിന് പകരം ആ മരുന്ന് മറ്റൊരു മരുന്നിൻ്റെ പാക്കറ്റിൽ, അതായത് ആ എറ്റാപ്പോസൈഡ് എന്ന് പറയുന്ന പാക്കറ്റിലുണ്ട്, ആ പാക്കറ്റിനകത്ത് ടെമാസോളമൈഡ് പെട്ടു. അതാണല്ലോ വിഷയമായത്. ഇത് ഫാർമസി ജീവനക്കാർ കണ്ടെത്തുകയും ഉടൻ മാറ്റുകയും ചെയ്തു. ഇതൊരിക്കലും ഒരു രോഗിക്കും കൊടുത്തിട്ടില്ല. അതാണല്ലോ ശരിയായ വസ്തുത. പക്ഷേ ഇത് കമ്പനിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനിയിൽ നിന്ന് മരുന്നുകൾ എടുക്കേണ്ട എന്ന് തീരുമാനമെടുത്തു. ഇതല്ലേ യാഥാർത്ഥ്യം? ഒരു രോഗിക്ക് പോലും മരുന്ന് മാറി നൽകിയിട്ടില്ല. തീർച്ചയായും സിജു, അത് തന്നെയാണ്. ഒരു രോഗിക്കും മരുന്ന് മാറി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ മരുന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഫാർമസി ജീവനക്കാർ ഈ മരുന്ന് എടുക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു ബാച്ചിന്റെ ഒരു സെറ്റ് മരുന്ന്, അതായത് 10 സെറ്റ് മരുന്ന് എടുക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പരിശോധന കൃത്യമായ രീതിയിൽ വിപുലമായ രീതിയിൽ തന്നെ ഫാർമസി ജീവനക്കാർ ഈ മരുന്ന് പരിശോധിക്കുകയും ഈ മരുന്നുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ആ വ്യത്യാസമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആ മരുന്നിന്റെ വിതരണം അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം RCCയിൽ ഉണ്ടായിരുന്നത്. അതൊരിക്കലും ഒരു രോഗിക്കും വിതരണം ചെയ്തിട്ടില്ല, രോഗിക്കും ഇത്തരത്തിലുള്ള മരുന്ന് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് RCCയിലെ അധികൃതർ ഡയറക്ടർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മരുന്ന് വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ രോഗികൾക്കിടയിലുള്ള ആശയക്കുഴപ്പം അത് നിലനിൽക്കേണ്ട സാഹചര്യമില്ല എന്നതുകൂടി ഈ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ പിഴവ് സംഭവിച്ചത് അത് ഈ മരുന്ന് വിതരണക്കാരായിട്ടുള്ള കമ്പനിയിൽ നിന്നാണ്. ആ കമ്പനി ഗുജറാത്തിലെ കമ്പനിയാണ്. ഇത്തരത്തിൽ ഗ്ലോബല ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഈ പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ നിന്നുള്ള മരുന്നുകൾ അത്
ഇനി അത് RCCയിൽ ആവശ്യമില്ല, പുതിയ കരാറിൽ ഏർപ്പെടേണ്ടതില്ല എന്നതുകൂടി RCC ഡ്രഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഡ്രഗ് കൺട്രോൾ ഓഫ് കേരള ആശുപത്രിയിലെത്തി ഇത്തരത്തിൽ മുഴുവൻ പാക്കറ്റുകളും കണ്ടെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നിയമപരമായ തുടർ നടപടികൾ ഡ്രഗ് കൺട്രോൾ ഓഫ് കേരളയുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ R രജനീഷ് കുമാർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന മരുന്നിൽ അത് മാറി നൽകി എന്നതായിരുന്നു മാധ്യമ വാർത്ത. പക്ഷേ അത്തരത്തിൽ മാറി നൽകിയിട്ടില്ല. അത് ആദ്യം കണ്ടെത്തിയ ഘട്ടത്തിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ തന്നെ ഫാർമസി ജീവനക്കാർ അത് കണ്ടെത്തുകയും കണ്ടെത്തലിനെ തുടർന്ന് ആ മരുന്നിന്റെ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് RCC അധികൃതർ. ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ. റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരുന്ന് മാറി നൽകിയെന്നുള്ള വാർത്ത തെറ്റെന്ന് RCC ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു രോഗിക്കും മരുന്ന് മാറി നൽകിയിട്ടില്ല. ആ ഗ്ലോബല ഫാർമ എന്ന് പറയുന്ന കമ്പനി ഒരു മരുന്നിൻ്റെ പാക്കറ്റിൽ മറ്റൊരു മരുന്ന് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഉടനടി തന്നെ തിരിച്ചറിയുകയും ഫാർമസി ജീവനക്കാരെ തിരിച്ചറിയുകയും ആ മരുന്ന് വിതരണം നിർത്തിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് മനോരമ കള്ളവാർത്ത കൊടുത്തത്.